നടക്കുന്നുണ്ട്. എന്നാൽ ഇതേ മക്കൾ വലുതായി വരുമ്പോൾ ഒരു പക്ഷേ ചില മാതാപിതാക്കളെങ്കിലും ഈ മക്കളെ കുറിച്ചുള്ള വലിയ നൊമ്പരം പേറി നടക്കുന്നതാണ് കാണാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ ഈ മക്കൾ മാതാപിതാക്കൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വളർച്ചയില്ലാതെ വഴിതെറ്റിപ്പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ അപ്പനമ്മമാർ ചെയ്യേണ്ടത് എന്ത്? സ്നേഹമുള്ളവരെ, നവംബർ മാസം 2024 നവംബർ മാസം 17-ാം തീയതി ഒരു 15 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ വാർത്ത പത്രമാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ മാസം 11-ാം തീയതി 2024 തന്നെ സെപ്റ്റംബർ മാസം 11-ാം തീയതി 10 വയസ്സുള്ള മറ്റൊരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഏകദേശം 2024 തന്നെ 20 കുട്ടികളാണ്, അതായത് ഒരു 13, 10, 18 ഒക്കെ വയസ്സിന് ഇടയിലുള്ള 20ഓളം കുട്ടികൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇനി മാത്രമല്ല, കൊച്ചി കേന്ദ്രീകൃതമായിട്ട് നടന്ന ഒരു പഠനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, DDAD എന്ന് പറയുന്ന കൊച്ചി പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയുണ്ട്, ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ ആണ്. അതായത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കൊറോണ വന്നു പോയതിനു ശേഷം ഒരുപാട് മക്കള് മൊബൈൽ ഫോണിന് അടിമയായിട്ട് അവർക്ക് ആ അടിമത്തം മാറാനായിട്ട് കൊണ്ടുചെന്നാക്കുന്ന സെന്റർ ആണെന്ന് പറയുന്നത്. 2023-ലും 2024-ലുമായിട്ട് 80ഓളം കുട്ടികള് ഈ സെന്ററിൽ കേരളത്തിൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടത്രേ. ഏകദേശം 300ഓളം കുട്ടികൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞും അല്ലെങ്കിൽ അവിടെ സെന്ററിൽ അഡ്മിറ്റ് ആകാതെ പല ട്രീറ്റ്മെന്റും കൗൺസിലിംഗ് കോഴ്സുകളൊക്കെ എടുത്ത് പോയിട്ടുണ്ട് അത്രേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, നമ്മളുടെ മക്കൾ, ദൈവവിശ്വാസം വളരുന്ന മക്കൾ, കത്തോലിക്ക മക്കൾ, അവർക്ക് കുറവൊന്നും തന്നെ ഇല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ മക്കൾ ഇങ്ങനെ മാതാപിതാക്കൾ ഉദ്ദേശിച്ച രീതിയിലല്ലാതെ പോകുമ്പോൾ എന്തുമാത്രം വേദന അപ്പനും അമ്മയ്ക്കും ഉണ്ട്. ഒരു അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നില്ല മക്കൾ വഴിതെറ്റി പോകണമെന്ന്, അല്ലെങ്കിൽ മകനോ മകളോ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും, നമ്മുടെ മക്കളെല്ലാവരും നല്ലവരാണ്. ഒരാളും ചീത്ത കുട്ടിയായിട്ട്, ഒരു കുഞ്ഞും ഒരു ചീത്ത കുട്ടിയായിട്ട് ജനിക്കുന്നില്ല. ഒരു പക്ഷേ പല സാഹചര്യങ്ങൾ, സൗഹൃദങ്ങൾ അവർ പോലും ചിന്തിക്കാത്ത, അവർ പോലും ആഗ്രഹിക്കാത്ത ചില മേഖലകളിലേക്ക്, തിന്മയുടെ മേഖലകളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വേണം കരുതാനായിട്ട്. നമ്മൾ വായിച്ച വാർത്തയല്ലേ, 14 വയസ്സുകാരൻ അവൻ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു, മൊബൈൽ എടുത്ത് മാറ്റിയതിന്റെ പേരിൽ അലറി വിളിക്കുന്നു, അട്ടഹസിക്കുന്നു, അപ്പനും അമ്മയും ശകാരിക്കുന്നു. ഒരുപാട് ഇൻസിഡന്റുകൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മക്കൾക്ക് ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോലും സമയം ഇല്ല, അല്ലെങ്കിൽ അതിന് താല്പര്യമില്ല. ചിലര് ശാരീരികമായ സ്നാനം, ആ കുളിക്കാൻ പോലും സമയമില്ല. ഇങ്ങനെ ഒരുമാതിരി, ഇത് മക്കളിൽ മാത്രമല്ല, ഇതിന്റെ പഠനത്തിൽ കൂടുതൽ കൗൺസിലിംഗ് മേഖലയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, മക്കൾ പലരും പറയുകയാണ്, അച്ഛാ അപ്പനമ്മമാരും ഇതിന് അഡിക്റ്റഡ് ആണെന്ന് പറയണേ. ഇന്ന് കുടുംബജീവിതത്തിൽ ഒരുപാട് പേരുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവിനുമായിട്ട് സമയം ചെലവഴിക്കാനായിട്ടുള്ള സമയമില്ല, പങ്കിടാനുള്ള സമയമില്ല, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയുമായിട്ട് ചെലവഴിക്കാൻ സമയമില്ല. ഒരുപാട് പേര് ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു കാരണം തന്നെയാണ്. സ്നേഹമുള്ളവരെ, ഇതൊരു ആമുഖമായിട്ട് പറഞ്ഞ് ഈ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഇത് തിരുക്കുടുംബത്തിൽ സമാനമായ ഒരു നഷ്ടത്തിന്റെ കഥയാണ് പറയുന്നത്. ഇതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ നഷ്ടമാണ്, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്നു. സ്നേഹമുള്ളവരെ, ജെറുസലേം ദേവാലയത്തിൽ വെച്ചിട്ടാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. പരിശുദ്ധ അമ്മയും ഔസേപ്പ് പിതാവും അവരുടെ മകനെ കൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പോവുകയാണ്. യഹൂദ ആചാരപ്രകാരം പെസഹ നാളുകളിൽ ജെറുസലേം ദേവാലയത്തിൽ പോവുകയാണ്. പറഞ്ഞു വരുന്ന പ്രകാരമാണ് ആയിരക്കണക്കിന്, നമുക്ക് ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ജെറുസലേം ദേവാലയത്തിലേക്ക് പോവുക. അവരവിടെ കാഴ്ച അർപ്പിച്ച് തിരിച്ചു വന്ന് ഒരു ദിവസത്തെ യാത്ര പിന്നിട്ട് കഴിയുമ്പോൾ മനസ്സിലാക്കുന്നത് ആര് നഷ്ടമായെന്ന്, ഈശോ അവരുടെ കൂട്ടത്തിൽ ഇല്ല എന്നുള്ളത്. ഒരു ദിവസം പിന്നിട്ടു. തിരിച്ച് അവർ 2 ദിവസം എടുത്തു ദേവാലയത്തിൽ എത്തി ഈശോയെ കണ്ടുപിടിക്കാനായിട്ട്. 3-ാം ദിവസമാണ് ഈശോയെ കണ്ടെത്തുന്നത്. ജെറുസലേം ദേവാലയം നമുക്കറിയാം, യഹൂദര് ഇപ്പം നമ്മളുടെ സഹോദരങ്ങൾ മെക്കായിലൊക്കെ പോകുന്നത് പോലെ യഹൂദര് വർഷത്തിലൊരിക്കൽ ജെറുസലേം ദേവാലയത്തിൽ പെസഹ നാളുകളിൽ പോയി കാഴ്ചയർപ്പിച്ചു വരിക, അത് അവരുടെ വിശ്വാസത്തിന്റെ ഒരു ആചാരമായിരുന്നു.
വിശ്വാസ തീക്ഷ്ണതയുള്ളവരെല്ലാവരും പോയിരുന്നു. പരിശുദ്ധ അമ്മയും ഔസപിതാവും ഈ യഹൂദരുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് പുരുഷന്മാർ അവരൊരു കൂട്ടമായിട്ട് നടക്കും, സ്ത്രീകള് മറ്റൊരു കൂട്ടമായിട്ട് നടക്കും. അപ്പൊ തീർച്ചയായിട്ടും ജെറുസലേം ദേവാലയത്തിലെ കാഴ്ചവസ്തുക്കൾ അർപ്പിച്ച് തിരിച്ചു പോരുമ്പോൾ പരിശുദ്ധ അമ്മ വിചാരിച്ചു, അല്ലെങ്കിൽ ആ സ്ത്രീകൾ, അമ്മയോടൊപ്പമുള്ള സ്ത്രീകൾ വിചാരിച്ചു, തീർച്ചയായിട്ടും മകൻ അപ്പന്റെ കൂടെ, ഔസപിതാവിന്റെയും മറ്റ് ആ പുരുഷന്മാരുടെ കൂടെ ഉണ്ടാകുമെന്ന്. ഔസപിതാവ് തീർച്ചയായിട്ടും എന്ത് ചിന്തിച്ചു? മറിയത്തിന്റെ കൂടെ ഉണ്ടാകുമെന്ന്. ഒരു ദിവസം യാത്ര പിന്നിട്ടതിന് ശേഷമാണ് ഒരുപക്ഷെ അവർക്ക് വഴി മാറിപ്പോകേണ്ട ഒരു കവലയിൽ വെച്ചോ മറ്റോ ഔസപിതാവും മാതാവും പരസ്പരം കണ്ടുമുട്ടിയപ്പോഴാണ് അവര് ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത്, ആ ദുഃഖത്തിൽ അവരെ ആഴ്ത്തുന്ന സത്യം തിരിച്ചറിഞ്ഞത്. എന്താണത്? ഈശോ രണ്ടുപേരുടെ ഒപ്പവുമില്ല, വല്ലാത്ത ആദിയായി. അപ്പോൾ തിരിച്ചു നടക്കുകയാണ് ജെറുസലേം ദേവാലയത്തിലേക്ക്. നമ്മൾ ആലോചിച്ച് നോക്കണേ, വലിയൊരു തീർത്ഥാടനം കഴിഞ്ഞ് ആളുകളെല്ലാവരും ഒരു ദിശ ദേവാലയത്തിൽ നിന്ന് അവരുടെ വഴികളിലേക്ക്, വീടുകളിലേക്ക് പോകുമ്പോ അതിന് ഒഴുക്കിനെതിരെ നീന്തുന്നത് പോലെ പരിശുദ്ധ അമ്മയും ഔസപിതാവും ഒരു ദിവസം പിന്നിട്ട ആ വഴി തിരിച്ചു ജെറുസലേം ദേവാലയത്തിൽ എത്താനായിട്ട് ഈ തിക്കിലും തിരക്കിലും ഇടയിലൂടെ നടന്ന് 2 ദിവസം എടുത്തെന്ന് പറയുന്നത്. അതിന്റെ 3ാമത്തെ ദിവസമാണ് കണ്ടെത്തുന്നത്. ഈ അമ്മയും അപ്പനും ഒരു മകൻ നഷ്ടപ്പെടുമ്പോൾ അവർ നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മകൻ എങ്ങനെ ഒരു ദാരുണമായ ഒരു നഷ്ടം, അല്ലെങ്കിൽ കുടുംബത്തിന് ദാരുണമായ നഷ്ടം സംഭവിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തങ്ങളായ നഷ്ടമായിരിക്കാം സംഭവിക്കുന്നത്. ചിലപ്പോ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ മക്കള് ചിലപ്പോൾ മൊബൈൽ ഫോൺ അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മദ്യത്തിന് മയക്കുമരുന്ന് അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ ഒരു തെറ്റിന് പിടിക്കപ്പെട്ടു, എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു. അതില് പരിശുദ്ധ അമ്മയും ഔസപിതാവും നമ്മെ പഠിപ്പിക്കുന്ന 1ാമത്തെ പാഠം എന്ന് പറയുന്നത്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, ദമ്പതികളെ, അവർ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തുന്നില്ല. സുവിശേഷത്തിൽ എവിടെയുമില്ല. എത്രയോ മനോഹരമാണത്. അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഔസപിതാവ് മാതാവിനെയോ മാതാവ് ഔസപിതാവിനെയോ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും ഭാര്യ ഭർത്താവിനോട് പറയും, നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ചിലപ്പോ ഭർത്താവ് ഭാര്യയോട് പറയും, നിന്റെ വളർത്തുദോഷമാണ്. ഇല്ല, ഇതൊരു കൂട്ടുത്തരവാദിത്വമാണ്. മക്കളെ വളർത്തുക എന്നുള്ളത്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, അത് കേവലം അമ്മയുടെ ചുമതല മാത്രമല്ല, അപ്പന്റെ ചുമതല മാത്രമല്ല, അത് മാതാവിന്റെയും പിതാവിന്റെയും അത് കൂട്ട ഉത്തരവാദിത്വമാണ്. രണ്ടുപേർക്കും ഒരുപോലെ അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഇവർ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ വിദേശ നാടുകളിലൊക്കെ ആലോചിച്ച് നോക്കിക്കേ, അപ്പനും അമ്മയും ജോലിക്ക് പോവുകയാണ്. ഇപ്പൊ UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെ വിദേശ നാടുകളിലൊക്കെ നമുക്കറിയാം, കുഞ്ഞുമക്കൾ വളർന്നു വരുമ്പോ മാതാപിതാക്കന്മാർ ഒരാൾ വീട്ടിലുണ്ടാകും, മറ്റയാൾ ജോലിക്ക് പോകും, അയാൾ തിരിച്ചു വരുമ്പോൾ അടുത്ത ആൾ ജോലിക്ക് പോകും. അങ്ങനെ കൂട്ടുത്തരവാദിത്വമാണ്. അത് ജോലികളായാലും അങ്ങനെ തന്നെ. മക്കൾ വളർത്തുന്ന കാര്യം മാത്രമല്ല, അവിടെ കുക്കിംഗ് ആയാലും വാഷിംഗ് ആയാലും എല്ലാവരും ആ കുടുംബത്തിന്റെ ഒരു ഐക്യം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ നമ്മുടെ നാടിനേക്കാൾ, കേരളത്തിനേക്കാൾ അവര് പരസ്പരം പങ്കുവെച്ചും കൂട്ടു ഉത്തരവാദിത്വബോധത്തോടെ നടക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എവിടെ അപ്പനമ്മമാര്, നമ്മുടെ മലയാളികൾ കുടിയേറി പാർക്കുന്ന യൂറോപ്പിലും അമേരിക്കയിലും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ. എന്തുകൊണ്ടാണ്? ഈ കൂട്ടുത്തരവാദിത്തത്തിലാണ് കുടുംബങ്ങൾ പലരും കെട്ടിപ്പടുക്കപ്പെടുന്നത്. അപ്പൊ 1ാമത്തെ പാഠം എന്ന് പറയുന്നത്, സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നിന്റേത് എന്റേത് നീ അങ്ങനെ ചെയ്തതുകൊണ്ട് അങ്ങനെ വേർതിരിവുകളില്ലാതെ അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും കൂട്ടുത്തരവാദിത്വം ഏറ്റെടുക്കുക. 1ാമത്തെ ആശയം അതാണ്. 2ാമത്തെ ആശയം, ഇവര് മറിയവും ഔസേപ്പും രണ്ടുപേരും അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ കണ്ടുകിട്ടുന്നത് ആർക്കാണ്? പരിശുദ്ധ അമ്മയാണ് കണ്ടുകിട്ടുന്നത്. പരിശുദ്ധ അമ്മ കണ്ടുകിട്ടി കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ ഔസേപ്പിതാവിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. അമ്മ പറഞ്ഞ വാക്ക് എന്നതാ? ഞാനും നിന്റെ അപ്പനും നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ആ ക്രെഡിറ്റ് എടുക്കാൻ പോയില്ല. അതായത് അമ്മയാണ് കണ്ടെത്തുന്നത് എന്നുണ്ടെങ്കിലും ഒരു ഭർത്താവിന് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു ആദരവ് പരിശുദ്ധ അമ്മയോട് കൊടുക്കുക. എത്ര മനോഹരമാണത്. പരിശുദ്ധ അമ്മ പറയാണ്, ഞാനും നിന്റെ അപ്പനും നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. 2ാമത്തെ പാഠം എന്ന് പറയുന്നത്, കുടുംബത്തിൽ ദമ്പതികൾ പരസ്പരം ആദരിക്കുന്ന വ്യക്തികൾ ആയിരിക്കണം. പ്രത്യേകിച്ച് മക്കളുടെ മുൻപിൽ അപ്പനോ അമ്മയോ പരസ്പരം വഴക്കുകൂടാനോ കലഹിക്കാനോ കുറവുകൾ വിളിച്ചു പറയാനോ മുതിരരുത്. ഇവിടെ പരിശുദ്ധ അമ്മ ഔസപിതാവിനെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനും നിന്റെ അപ്പനും രണ്ടുപേരും കൂടി നിന്നെ അന്വേഷിച്ചത്, ഇപ്പോൾ ഞാൻ കണ്ടെത്തി,
ഞാനും നിന്റെ അപ്പനും രണ്ടുപേരും നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അത് രണ്ടുപേർക്കും നിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. രണ്ടുപേരും നീ നഷ്ടപ്പെട്ടപ്പോൾ വേദനയിലൂടെ കടന്നുപോയെന്ന് നീ അറിയുന്നു. ഇത്രയും